നമസ്കാരം. ദിലീപ് കാവ്യമാധവൻ ദമ്പതികളുടെ വിശേഷങ്ങൾക്ക് എന്നും ആരാധകർ ഏറെയുണ്ട്. മുൻകാലങ്ങളിൽ സിനിമകളിൽ അഭിനയിച്ചുകൊണ്ടാണ് കയ്യടി നേടിയതെങ്കിൽ ഇന്ന് ഇരുവരും സന്തോഷകരമായ കുടുംബജീവിതം നയിച്ചുകൊണ്ടാണ് ആരാധകരുടെ ഇഷ്ടം നേടിയെടുക്കുന്നത്. വിവാഹം കഴിഞ്ഞിട്ട് വർഷങ്ങളായെങ്കിലും ഇന്നും പുതുമോടികളെ പോലെയാണ് ചിത്രങ്ങൾ ഇരുവരും നിറയുന്നത്. ഓഫ് സ്ക്രീനിലും ഞങ്ങൾ ദ ബെസ്റ്റ് ആണ് എന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ടുപേരും. ഒരുമിച്ച് പങ്കെടുക്കുന്ന വേദികളിലെല്ലാം സെന്റർ ഓഫ് ദ അട്രാക്ഷൻ എപ്പോഴും കാവ്യയും ദിലീപും തന്നെയായിരിക്കും. ഒരുപാട് ഹിറ്റുകൾ, സ്ക്രീനിലെ ബെസ്റ്റ് കെമിസ്ട്രി ഒക്കെയാണ് ഇരുവരെയും ചേർത്തുള്ള ഗോസിപ്പുകൾ ഒരു സമയത്ത് സോഷ്യൽ മീഡിയയിൽ നിറയാൻ കാരണം. അങ്ങനെ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് വിവാഹവും നടന്നു. എന്നാൽ പിന്നീട് വന്ന പ്രതിസന്ധി ഘട്ടങ്ങൾ ഇവരുടെ ജീവിതം തന്നെ മാറ്റിമറിച്ചു. സമൂഹ മാധ്യമങ്ങളിൽ നിന്നും അകലം പാലിച്ച കാവ്യ എന്നാൽ പിന്നീട് ഉറച്ച ആത്മവിശ്വാസത്തോടെ വീണ്ടും എത്തിത്തുടങ്ങി. മുൻനിര നായകന്മാർക്കൊപ്പമെല്ലാം അഭിനയിച്ച കാവ്യ ദിലീപുമായുള്ള വിവാഹശേഷം സിനിമയിൽ നിന്നും വിട്ടുനിൽക്കുകയാണ്. കുടുംബകാര്യങ്ങളും മകൾ മഹാലക്ഷ്മിയുടെ കാര്യങ്ങളെല്ലാം നോക്കി അതിന്റെ തിരക്കുകളുമായി മുന്നോട്ട് പോവുകയാണ് നടി. ഇപ്പോൾ സിനിമയിൽ സജീവമല്ലെങ്കിലും സോഷ്യൽ മീഡിയയിൽ സജീവമാണ് നടി. തന്റെ വസ്ത്രവ്യാപാര ബ്രാൻഡായ ലക്ഷ്യയുടെ മോഡലായി കാവ്യ എത്താറുണ്ട്. ആ ചിത്രങ്ങളെല്ലാം തന്നെ വളരെ പെട്ടെന്നാണ് ഫാൻസ് ഗ്രൂപ്പുകളടക്കം വൈറലായി മാറുന്നത്. ദിലീപുമായുള്ള വിവാഹത്തിന് ശേഷം ഇപ്പോൾ അഭിനയത്തിൽ നിന്നും പൂർണ്ണമായും അകന്നു കഴിയുകയാണ് കാവ്യമാധവൻ. മുൻനിര നായകന്മാർക്കൊപ്പമെല്ലാം അഭിനയിച്ച കാവ്യ ദിലീപുമായുള്ള വിവാഹശേഷം സിനിമയിൽ നിന്നും വിട്ടുനിൽക്കുകയാണ്. കുടുംബകാര്യങ്ങളും മകൾ മഹാലക്ഷ്മിയുടെ കാര്യങ്ങളെല്ലാം നോക്കി അതിന്റെ തിരക്കുകളുമായി മുന്നോട്ട് പോവുകയാണ് നടി. ഇപ്പോൾ സിനിമയിൽ സജീവമല്ലെങ്കിലും സോഷ്യൽ മീഡിയയിൽ സജീവമാണ് നടി. തന്റെ വസ്ത്രവ്യാപാര ബ്രാൻഡായ ലക്ഷ്യയുടെ മോഡലായി കാവ്യ എത്താറുണ്ട്. ആ ചിത്രങ്ങളെല്ലാം തന്നെ വളരെ പെട്ടെന്നാണ് ഫാൻസ് ഗ്രൂപ്പുകളടക്കം വൈറലായി മാറുന്നത്. ദിലീപുമായുള്ള വിവാഹത്തിന് ശേഷം ഇപ്പോൾ അഭിനയത്തിൽ നിന്നും പൂർണ്ണമായും അകന്നു കഴിയുകയാണ് കാവ്യ. എന്നിരുന്നാലും ഒഴിവാക്കാൻ കഴിയാത്ത പൊതുപരിപാടികളിലും സ്വകാര്യ ചടങ്ങുകളിലും എല്ലാം ദിലീപിനൊപ്പം പങ്കെടുക്കാറുമുണ്ട്. ദിലീപിന്റെ കുടുംബം എല്ലാവർക്കും വളരെയേറെ ഇഷ്ടമാണ്. ദിലീപാണെങ്കിൽ മലയാള സിനിമയിലേക്ക് ഇപ്പോൾ തിരിച്ചുവരവ് നടത്തുകയാണ്. പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന ചിത്രവുമായി നടൻ എത്തിയിരുന്നു. പ്രേക്ഷകർ ഇരുകൈയും നീട്ടി സ്വീകരിക്കുകയും ചെയ്തിരുന്നു. തന്റെ എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളും താങ്ങും തണലുമായി നിൽക്കുന്നത് കുടുംബമാണെന്ന് നടൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. മൂത്ത മകൾ മീനാക്ഷി തരാറുള്ള പിന്തുണയെയും ധൈര്യത്തെയും കുറിച്ച് ഒരിക്കൽ നടൻ വെളിപ്പെടുത്തിയിരുന്നു. അധികം സംസാരിക്കാത്ത ഒരു പാവം കുട്ടിയാണ് മകൾ എന്നും ദിലീപ് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇളയ മകൾ മഹാലക്ഷ്മി അത്യാവശ്യം കുറുമ്പുള്ള കൂട്ടത്തിലാണെന്നാണ് താരം പറയുന്നത്. ഒരുപാട് സംസാരിക്കുന്ന, ഇടയ്ക്കൊക്കെ ദേഷ്യം വരാറുള്ള കുട്ടിയാണ് ദിലീപിന്റെയും കാവ്യമാധവന്റെയും മകൾ. അടുത്തിടെ ഒരു ചാനൽ നൽകിയ അഭിമുഖത്തിൽ ദിലീപ് ഇളയ മകൾ മഹാലക്ഷ്മിയെ കുറിച്ച് ചില രസകരമായ കാര്യങ്ങൾ വെളിപ്പെടുത്തിയിരുന്നു. ആ വാക്കുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വീണ്ടും വൈറലായി മാറുന്നത്. സിനിമയെക്കുറിച്ച് അധികമൊന്നും അറിയാറായിട്ടില്ലെങ്കിലും താനൊരു നടനാണെന്ന് മഹാലക്ഷ്മിക്ക് മനസ്സിലായിട്ടുണ്ടെന്നാണ് താരം പറഞ്ഞത്. മൂത്ത മകൾ മീനാക്ഷിയും ഭാര്യ കാവ്യമാധവനും മഹാലക്ഷ്മിയും ഒക്കെ ഇപ്പോൾ ചെന്നൈയിലാണ് താമസമെന്നും മക്കളുടെ വിദ്യാഭ്യാസം നടത്തുന്നത് അവിടെയെന്നും ദിലീപ് വെളിപ്പെടുത്തി. മഹാലക്ഷ്മി ഒരു കാന്താരിയാണ്. കഴിഞ്ഞ ദിവസം ഞാൻ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നൈറ്റ് ഷൂട്ട് ഉള്ളതുകൊണ്ട് വൈകിയാണ് എഴുന്നേറ്റത്. അപ്പോൾ അവൾ രാവിലെ സ്കൂളിൽ പോകുന്നതിന് മുൻപ് വിളിച്ചപ്പോൾ ഞാൻ ഫോൺ എടുത്തില്ല. ആളിപ്പോൾ UKG ആണെന്നും ദിലീപ് വെളിപ്പെടുത്തി. അച്ഛൻ ഫോൺ എടുക്കാതെയായപ്പോൾ പിണങ്ങിയ താരപുത്രി അമ്മ കാവ്യമാധവൻ ഒരു കർശന നിർദ്ദേശം കൊടുത്തിട്ടാണ് അന്ന് സ്കൂളിൽ പോയത്. ഞാൻ പിന്നെ എഴുന്നേറ്റ് ഫോൺ നോക്കുമ്പോൾ അവളുടെ ഒരു വോയിസ് നോട്ട് വന്ന് കിടപ്പുണ്ട്. അച്ഛനെ ഞാൻ ഇന്നലെ വിളിച്ചു, അച്ഛനെ ഞാൻ ഇന്നും വിളിച്ചു, ഫോൺ എടുത്തില്ല, ഞാൻ പോവുക എന്ന്. അത് അയച്ചതിനു ശേഷം ഫോൺ കട്ട് ചെയ്തിട്ട് കാവ്യയോട് അച്ഛൻ ഇനി നമ്മളെ വിളിക്കും, പക്ഷെ നമ്മൾ എടുക്കരുത്, അത്രേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞെന്നും ദിലീപ് പറയുന്നു. ഷൂട്ടിങ്ങിനിടയിൽ പരിക്കേറ്റ് കയ്യിൽ ബാൻഡേജും ഇട്ടായിരുന്നു ആ അഭിമുഖത്തിൽ നടൻ എത്തിയിരുന്നത്. തന്റെ കൈ കണ്ടപ്പോൾ മഹാലക്ഷ്മിയുടെ ഭാഗത്തു നിന്നുണ്ടായ പ്രതികരണത്തെക്കുറിച്ചും നടൻ പറഞ്ഞിരുന്നു. ഈ പരുക്ക് അവൾ നേരിട്ട് കണ്ടിരുന്നു. അവൾ പഠിക്കുന്നത് ചെന്നൈയിലാണ്. ഇപ്പോൾ അവരൊക്കെ ചെന്നൈയിലാണുള്ളത്. ഞാൻ മാത്രമേ നാട്ടിലുള്ളൂ. അത് ഷൂട്ടിങ്ങിന് വേണ്ടിയാണ്. പക്ഷെ അങ്ങോട്ട് പോകുന്നതിന് മുൻപ് എന്റെ കൈ അവൾ കണ്ടിരുന്നു. ഇതെന്താ പറ്റിയതെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു അച്ഛന് കയ്യിൽ ഉവാവ് വന്നതാണെന്ന്. അപ്പോൾ അവൾക്ക് വിഷമമായി. പിന്നെ കൂടുതൽ പറഞ്ഞ് പേടിപ്പിക്കാനൊന്നും ഞാൻ പോയില്ലെന്ന് നടൻ പറഞ്ഞു. മകൾ മഹാലക്ഷ്മിയുടെ കാര്യങ്ങളാണ് ഇപ്പോൾ കാവ്യയുടെ പൂർണ്ണ ശ്രദ്ധ. മകൾ ജനിച്ച ശേഷം പൊതുവേദികളിൽ നിന്നടക്കം കാവ്യ മാറി നിന്നിരുന്നു. മാമാട്ടിയെയും ക്യാമറ കണ്ണുകളിൽ നിന്നെല്ലാം അകറ്റി നിർത്താൻ ശ്രമിച്ചു. എന്നാൽ അടുത്തിടെയായി പൊതുവേദികളിലടക്കം മകളുമായി കാവ്യ എത്തുന്നുണ്ട്. അച്ഛന്റെയും അമ്മയുടെയും കയ്യിൽ തൂങ്ങി നടക്കുന്ന മഹാലക്ഷ്മിയുടെ ചിത്രങ്ങളും വീഡിയോകളും ഒക്കെ ഈ അടുത്ത് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയിരുന്നു. മാമാട്ടി എന്നാണ് മകളെ കാവ്യയും ദിലീപും വിളിക്കുന്നത്. 2016 വിവാഹിതരായ ഇവർക്ക് 2018 ഒക്ടോബറിലാണ് മഹാലക്ഷ്മി ജനിക്കുന്നത്. അതേസമയം ചെന്നൈയിലാണ് ദിലീപും കുടുംബവും ഇപ്പോൾ താമസം. മഹാലക്ഷ്മിയെ സ്കൂളിൽ ചേർത്തിരിക്കുന്നതും ചെന്നൈയിലാണ്. UKG വിദ്യാർത്ഥിയാണ് മഹാലക്ഷ്മി. അടുത്തിടെ തന്റെ പ്രതിസന്ധി ഘട്ടത്തിൽ പിന്തുണച്ചവരെ കുറിച്ച് ദിലീപ് പറഞ്ഞ വാക്കുകളും വൈറലായിരുന്നു. തനിക്കും കുടുംബത്തിനും താങ്ങായി നിന്ന നിരവധി പേരുണ്ടെന്നാണ് ദിലീപ് പറയുന്നത്. ഗണേശേട്ടനെ എനിക്ക് മറക്കാൻ പറ്റില്ല. പ്രധാനപ്പെട്ട ഒരു സ്ഥാനത്ത് ഇരിക്കുമ്പോൾ പോലും പുള്ളി നമ്മളെ വിശ്വസിച്ച് എനിക്ക് വേണ്ടി സംസാരിച്ചു. സിദ്ദിഖിക്കയും എന്റെ ഫാമിലിയെ പാമ്പർ ചെയ്ത് ഒരുപാട് പേരുണ്ട്. സത്യേട്ടൻ, ജോഷി സാർ, പ്രിയൻ സാർ, ബി ഉണ്ണികൃഷ്ണൻ, ലാൽ ജോസ് തുടങ്ങിയ ഒരുപാട് പേരുണ്ട്. ഞങ്ങളുടെ വീട് ഒരു തുരുത്ത് പോലെ ആക്കിയപ്പോൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്തവരുടെ മുകളിൽ പോലും കേസ് വന്നു. ഇനി ആരും എന്നെ സപ്പോർട്ട് ചെയ്യാതിരിക്കാൻ വേണ്ടിയായിരുന്നു അത്. എടുത്തു പറയാൻ ഒരുപാട് പേരുണ്ട്. അവരാരും ടിവിയുടെ മുന്നിൽ വന്ന് ഫൈറ്റ് ചെയ്യാൻ നിൽക്കാത്തവരാണ്. അല്ലാത്ത എല്ലാ കാര്യങ്ങളിലും അവർ സപ്പോർട്ട് തരും. ശ്രീനേട്ടനെ എടുത്ത് പറയണം. ശ്രീനേട്ടൻ എന്നെ കുറിച്ച് പോസിറ്റീവായി പറഞ്ഞതിന് പുള്ളിയുടെ വീട്ടിൽ കരിയോയിൽ ഒഴിക്കലുണ്ടായിരുന്നു. തന്നെ പിന്തുണച്ചതിന്റെ പേരിൽ ബലിയാടുകളായ ഒരുപാട് പേരുണ്ടെന്നും ദിലീപ് പറയുന്നു. എല്ലാ മേഖലയിലും എനിക്ക് വേണ്ടി സംസാരിച്ചവരെ മാറ്റി നിർത്തി. കുറച്ചു പേരുടെ അജണ്ടയാണ്, അതിലൊന്നും ചെയ്യാൻ പറ്റില്ല. എല്ലാം നിന്ന് പകച്ചു നിന്ന സമയത്ത് മേനക സുരേഷ്, സുരേഷ് കുമാർ തുടങ്ങിയവർ വന്നു. എന്റെ തിയേറ്റർ അടച്ചുപൂട്ടാനുള്ള ശ്രമം നടത്തിയപ്പോൾ തിയേറ്റർ അസോസിയേഷൻ വന്ന് ഇടപെട്ടു. വ്യക്തിപരമായി സപ്പോർട്ട് ചെയ്ത ഒരുപാട് പേർ വേറെയുമുണ്ട്. കാരണം നമ്മൾ എന്താണെന്ന് അവർക്കറിയാം. അവരുടെ മുമ്പിൽ വളർന്നയാളാണ് ഞാൻ. നമ്മളോട് ഇഷ്ടം
ഇഷ്ടമുള്ള ഒരുപാട് പേർ ഒന്നും പറയാൻ പറ്റാതെ നിൽക്കുകയാണെന്നും ദിലീപ് പറയുന്നു. മൂത്ത മകൾ മീനാക്ഷിയെക്കുറിച്ചും ദിലീപ് സംസാരിച്ചു. ഈ സംഭവങ്ങളൊക്കെ നടക്കുമ്പോൾ അവൾ +2 പഠിക്കുകയാണ്. എന്റെ പ്രശ്നങ്ങൾ തീർന്നിട്ടില്ല. അവൾ പഠിച്ച് ഡോക്ടറായി. അവൾ എന്റെ ഏറ്റവും വലിയ ബലമാണ്. അത്രയും സപ്പോർട്ട് ചെയ്യുകയും എല്ലാത്തിനും കൂടെ നിൽക്കുകയും ചെയ്തു. കാണാത്തതും കേൾക്കാത്തതുമായ കാര്യങ്ങളോടാണ് ഫൈറ്റ് ചെയ്യുന്നത്. ഞാൻ ഒരാളല്ല. എന്നെ ആശ്രയിച്ച് നിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ട്, ഒരുപാട് കുടുംബങ്ങളുണ്ട്. കോവിഡ് സമയത്ത് പോലും ഞാൻ ഒരു ജോലിക്കാരെയും പറഞ്ഞു വിട്ടിട്ടില്ല. എല്ലാവർക്കും കറക്റ്റ് ശമ്പളവും കിറ്റും എത്തിയിരുന്നെന്നും ദിലീപ് അഭിമുഖത്തിൽ സംസാരിക്കുന്നിടെ പറഞ്ഞിരുന്നു. സോഷ്യൽ മീഡിയയിൽ പ്രൊമോഷൻ പരിപാടിയിൽ ദിലീപിന്റെ സാന്നിധ്യം ഏറെ ചർച്ചയായിരുന്നു. പഴയ ഊർജ്ജത്തോടെ ഓടി നടന്ന പ്രൊമോഷൻ പരിപാടിയിൽ പങ്കെടുക്കുന്ന ദിലീപിനെ പുകഴ്ത്തി ആരാധകർ രംഗത്ത് വന്നിരുന്നു. കൂടാതെ പഴയ കാര്യങ്ങളൊക്കെ ഓർത്തെടുക്കുന്ന ദിലീപിന്റെ പ്രസംഗങ്ങളും വീഡിയോകളും വലിയ രീതിയിൽ വൈറലായിരുന്നു. കഴിഞ്ഞ കുറച്ചു കാലം ഞാൻ അനുഭവിച്ച പ്രശ്നങ്ങളെല്ലാം നിങ്ങൾ കണ്ടതാണ്. കോടതിയും കേസും ഒക്കെയായി എന്താണ് നടക്കുന്നതെന്ന് അറിയില്ലായിരുന്നു. അതോടെ ഒരു നടനാണെന്നത് ഞാൻ തന്നെ മറന്നുപോയ അവസ്ഥയായി എന്നാണ് അഭിമുഖത്തിൽ ദിലീപ് പറഞ്ഞത്. ഞാനൊരു നടനാണെന്ന് എന്നെ പറഞ്ഞ് മനസ്സിലാക്കുന്ന ഒരു സമയമുണ്ടായിരുന്നു. അതിനുവേണ്ടി എല്ലാവരുടെയും സിനിമ കാണും. അത് കഴിഞ്ഞ് ഞാൻ എന്റെ സിനിമകൾ തന്നെ കാണാൻ തുടങ്ങി. അങ്ങനെയാണ് എനിക്ക് വീണ്ടും അഭിനയിക്കണമെന്ന തോന്നലുണ്ടാകുന്നത്. 2 വർഷം ഞാൻ അഭിനയിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. എല്ലാം തീരട്ടെ എന്നിട്ട് നോക്കാം എന്ന നിലപാടിലായിരുന്നു ഞാൻ. എന്നാൽ ഒന്നും തീർക്കാൻ ആർക്കും താല്പര്യമില്ല. മറുവശത്ത് എന്നെ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകർ പറയുന്നത് നിങ്ങൾ വീണ്ടും സിനിമ ചെയ്യണമെന്നാണ്. എനിക്ക് ദൈവം തന്ന നിധിയാണ് സിനിമ. അതിനെ പൊന്നുപോലെ നോക്കിക്കൊണ്ടുപോയ ഒരാളുമായിരുന്നു ഞാൻ. പെട്ടെന്നാണ് ഒരു ഇത് കിട്ടുന്നത്. എന്തായാലും അതിൽ നിന്നെല്ലാം മാറി ദൈവം അനുഗ്രഹിച്ച് വീണ്ടും വ്യത്യസ്തമായ വേഷങ്ങളൊക്കെ ലഭിച്ചു തുടങ്ങുന്നു. അതിനുവേണ്ടി ഞാൻ പരിശ്രമിക്കുന്നു. എന്റെ ലോകം സിനിമയാണ്. അത്രമേൽ ഞാൻ സിനിമയെ സ്നേഹിക്കുന്നു. എനിക്ക് എല്ലാം തന്നത് സിനിമയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട്. ഞാൻ ഇവിടെ വേണ്ടെന്ന് തീരുമാനിക്കുന്ന കുറച്ച് ആളുകളുണ്ട്. അതുപോലെ ഞാൻ ഇവിടെ വേണമെന്ന് തീരുമാനിക്കുന്ന ആളുകളുമുണ്ട്. എന്നെ പിന്തുണയ്ക്കുന്ന എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരാണ് എന്നെ ഉണ്ടാക്കിക്കൊണ്ടുവന്ന ആൾ. വലിയ കമ്പനികളുടെ സിഇഒമാർ വരെ നമ്മളോട് സംസാരിക്കുമ്പോൾ എന്താണ് ദിലീപ് സിനിമ ചെയ്യാത്തത്? സമ്മർദ്ദ സമയങ്ങളിൽ നിങ്ങളുടെ സിനിമകളാണ് ആശ്വാസമാകുന്നത്. നമ്മൾ നോർമലാകും, നമ്മൾ ചിരിക്കും. നിങ്ങളുടെ ചില സിനിമകളുടെ എവിടെ മുതൽ വേണമെങ്കിലും കണ്ട് ആസ്വദിക്കാം എന്ന് പറയും. അത് നമുക്ക് കിട്ടുന്ന വലിയ എനർജിയാണ്. വീണ് കഴിഞ്ഞാൽ വീണ്ടും ചാടി എഴുന്നേൽക്കുന്നത് ആ ഒരു എനർജിയിലാണ്. പ്രേക്ഷകന്റെ കയ്യടിയും വാക്കുകളുമാണ് നമ്മുടെ ഊർജ്ജമെന്നും ദിലീപ് പറഞ്ഞിരുന്നു.